അനിൽകുമാർ കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി. ശ്രീ അനിൽകുമാർ, ആദ്യം മുതൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സംവിധാനങ്ങളും പറഞ്ഞിരുന്നത് ഇതാണ്: ഏതെങ്കിലും തരത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ ഉറപ്പായും നടപടി. ഇപ്പോൾ ആ വീഴ്ച കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുകയും ചെയ്യുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അൻവർ ഉന്നയിച്ച ഒരു പരാതി ഉന്നയിച്ചാൽ ഉടൻ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം അനീതി നിറഞ്ഞ നിലപാടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നാളെയും ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ആക്ഷേപങ്ങൾ വരാം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ പ്രതീകമല്ല. സർക്കാർ ഒരു ചുമതല ഏൽപ്പിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. അയാൾ ആ ചുമതല നിർവഹിക്കാൻ യോഗ്യനല്ലാത്ത വിധം തെറ്റുകൾ ചെയ്താൽ അയാളെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് സർക്കാർ നയം. അതിന് ആ ഉദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥനായ DGP മുൻകൈയെടുത്ത് പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തെ വെച്ചു. എന്താണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്? അന്വേഷണ സംഘം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ പോലെ ഗുരുതരമായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്റെ മേലെ ഉണ്ടായിരുന്നെങ്കിൽ നടപടി ഇതാകുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ തെളിവ് എന്നതിനെ കുറിച്ച് ചർച്ചയില്ല. എന്താ അങ്ങനെ ചർച്ച വരുന്നത്? ബഹുമാനപ്പെട്ട CPM സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ ADGP RSS തലവനെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അനുചിതമായ കാര്യങ്ങൾ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചും CPM നല്ല ധാരണയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതും ഒക്കെ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. കാര്യങ്ങൾ ക്രമസമാധാനം കൈകാര്യം ചെയ്തു പോകുന്നതിന്റെ ഭാഗമാണ്. അത് ഔദ്യോഗികമായി ചെയ്യുന്നതിന് പകരം അദ്ദേഹം തന്റെ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചു പോയത് സംശയത്തിനിടയാക്കുന്നു. നോക്കൂ ശ്രീ K. അനിൽകുമാർ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് ഇടപെടുകയാണ്. സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു നടപടി വരുമ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ വലിയ തരത്തിൽ ഇനി ആഘോഷിക്കാൻ സാധ്യതയുള്ളത് അൻവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെയും ശരി, അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി എന്നുള്ളതായിരിക്കും. പക്ഷേ അൻവർ ഉന്നയിച്ചതുപോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കണ്ടെത്താൻ ഇവിടെ ആയിട്ടില്ല എന്നതുകൂടിയല്ലേ? അങ്ങനെയല്ലേ താങ്കൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം? അതുകൊണ്ട് മാത്രമാണ് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നത്, അങ്ങനെയല്ലേ? അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണ്. ആ ആരോപണങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ഈ ADGP പോലീസ് സേനയിൽ നിൽക്കാൻ യോഗ്യനല്ലല്ലോ. അപ്പൊ അൻവർ ഉന്നയിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ വസ്തുതാപരമായിരുന്നില്ല. ഇതാണ് കേരളത്തിലെ സർക്കാർ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയത്. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് അത് പിടിക്കാൻ പാടില്ല, പിടിച്ചാൽ തന്നെ കസ്റ്റംസിനെ തിരിച്ചേൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് അൻവർ ആരംഭിച്ചത്. കേരളത്തിലെ പോലീസ് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്ന പോലീസാണെന്ന് കണക്ക് വെച്ച് LDF സർക്കാർ തെളിയിച്ചു. അതിന് കേരളത്തിന്റെ കണക്കും പറഞ്ഞു, മലപ്പുറത്തെ കണക്കും പറഞ്ഞു. ഈ കണക്ക് പറയാനിടയായത് അൻവർ പറയിപ്പിച്ചതാണ്. നമ്മൾ അങ്ങോട്ട് കയറി കേരള സർക്കാർ പറഞ്ഞതല്ല. അൻവറിന് മറുപടിയായി കണക്ക് പറയേണ്ടി വന്നപ്പോൾ അയ്യോ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞു ഇരവാദവുമായി കുറെ ആളുകൾ കടന്നു വന്നു. ഇന്നിപ്പം മാധ്യമങ്ങളെല്ലാം കൂടെ കോലാഹലം ഉണ്ടാക്കുന്നുണ്ട്. അൻവറിന്റെ വിജയമാണ്. അൻവർ എന്ത് പരാതിയാണ് ഉന്നയിച്ചത്? പരാതിക്ക് തെളിവ് നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? അൻവർ പറഞ്ഞത് ADGPയുടെ പേരില് ഒരു തെളിവ് ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന ഒരു ആധാരത്തിന്റെ കോപ്പി ഉണ്ടെങ്കിൽ വിജിലൻസിന് പുറത്താക്കാവുന്നേ ഉള്ളൂ, നടപടി സ്വീകരിക്കാവുന്നേ ഉള്ളൂ എന്നാണ് അൻവർ പറയുന്നത്. പക്ഷെ അദ്ദേഹം മലപ്പുറത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ നല്ല നേരം നോക്കി പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ കാണാം, നാളെ രാവിലെ. എന്താ അന്വേഷണത്തിന് തെളിവ് കൊടുക്കാത്തത്? അൻവർ ഒളിച്ചോടുകയാണ്. അതാണ് യാഥാർത്ഥ്യം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിന് തലകുനിച്ചില്ല എന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി അന്തസ്സുയർന്നു നിൽക്കുന്നു. എന്നാൽ അതോടൊപ്പം ഉയർന്നു വന്നതാണ് RSSന്റെ നേതാക്കന്മാരുമായി അനുചിതമായ കൂടിക്കാഴ്ച. അത് ഇവിടുത്തെ വലതുപക്ഷം ആരോപിക്കുന്ന പോലെ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു സൗജന്യത്തിന് വേണ്ടിയല്ല. RSSുമായി യുദ്ധം ചെയ്യുന്ന ഒരു ഗവൺമെന്റാണിത്. BJPയുമായി കേന്ദ്ര സർക്കാരുമായി യുദ്ധം ചെയ്യുന്ന ഗവൺമെന്റാണിത്. അണുവിട വ്യതിചലിക്കാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ പ്രശ്നവും അതിന്റെ ഭാഗമായി ഇസ്രയേൽ നടത്തുന്ന മനുഷ്യവേട്ടയും ചൂണ്ടിക്കാണിച്ചതിന് ഉത്തരേന്ത്യയിലെ RSSന്റെ ഗ്രൂപ്പുകളിൽ ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ് കടന്നാക്രമിക്കുന്നത്? ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് പിണറായി വിജയൻ ഇതാ കയ്യൊപ്പ് ചാർത്തി കൊടുത്തിരിക്കുന്ന നിലയ്ക്കുള്ള കാർഡുകൾ അച്ചടിച്ചിറക്കി ഇവിടുത്തെ മാധ്യമങ്ങൾ
വിവിധ ചാനലുകൾ സംഘപരിവാർ ദാസ്യം പ്രകടിപ്പിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംഘികൾക്ക് ഈ പിണറായി വിജയൻ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFന്റെ നറേറ്റീവ് മാറി. ആ നറേറ്റീവിൽ RSSനെ പിന്തുണയ്ക്കുന്ന ഒരു ഇടതുപക്ഷം എന്ന് തെറ്റായ ഒരു ആഖ്യാനം ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. ആ ഉദ്ദേശം മനസ്സിലാക്കാൻ വിവേകോൾ ഓക്കെ വ്യക്തമാണ് ശ്രീ കെ അനിൽകുമാർ.